പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതി പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ. ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒന്നും പിൻവലിക്കാതെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനത്തിനെതിരെ നിശിതമായ വിമർശനമാണ് ശബരിമല കർമ്മസമിതി ഉന്നയിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിന് ഇപ്പോഴും അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത്. അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ രീതിയിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ദേവസ്വം ബോർഡും സർക്കാരും തിരുത്തണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ ആരോപിച്ചു. അവർക്ക് യഥാർത്ഥ ഭക്തനോടൊപ്പമാണ്, അതല്ലെങ്കിൽ ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ ഒരു നടപടിയാണ് അങ്ങനെങ്കിലും തീരുമാനിക്കുന്നതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റി ഈ യുവതി പ്രവേശനത്തിനെതിരാണെന്നും അവിടെ യുവതി പ്രവേശനം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് വിശ്വാസ ലംഘനമാകുമെന്നും അതിനൊരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ അതേപോലെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും കൊടുക്കണം. അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം ഭരണഘടനാ ലംഘനമാണ്. വിശ്വാസി സമൂഹം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയെന്നും ഈ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും നയം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഈ വിശ്വാസി സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അവിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ശബരിമല നമ്മൾ കണ്ടു പല ആളുകളെയും അവിടെ പോലീസ് അകമ്പടിയോടെ കയറ്റാൻ ശ്രമിച്ചവർ ഇക്കൂട്ടർ, അതല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ, ഇതെല്ലാം നമുക്കറിയാം, മനീതി സംഘം, ഇത്തരത്തിൽ അവിടെ കടന്നു കയറാൻ ശ്രമിച്ചവരും അതുപോലെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢ ശക്തികളും തീവ്രവാദികളെയും എല്ലാം ആയിരിക്കും ഒരു കൂട്ടായ്മ. അതല്ലാതെ ഒരൊറ്റ അയ്യപ്പ വിശ്വാസിയും ഈ അവിശ്വാസികളായ ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കൂടെ ഇത്തരത്തിലൊരു യോഗത്തിന് വരില്ല എന്നുള്ള പരമപ്രധാന ഒരു വിഷയമാണ്. നാമം ജപിച്ചതിൻ്റെ പേരിൽ ഭക്തർക്കെതിരെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. അത് പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി എ വിരുദ്ധ സമരമൊക്കെ നടന്ന സമയത്ത് അന്ന് പല വിഭാഗങ്ങളുടെ പേര് കേസൊക്കെ വന്നപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അവരെ മാത്രമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളും പിൻവലിക്കും എന്ന് കേരള സർക്കാർ തീരുമാനിച്ചത്. നമുക്കൊക്കെ അറിയാം, പത്രമാധ്യമം വന്നാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ അത്തരത്തിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. ജനം, കൊച്ചി.